ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും അനന്തമായ കരുണയും അനന്തമായ സൗഖ്യവും നമ്മുടെ മേൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. സങ്കീർത്തകൻ 51, 14, 15 തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ വിലപിച്ച് പ്രാർത്ഥിക്കുകയും, ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. എന്നിലുള്ള ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ദാവീദിനെ നമ്മൾ കാണുകയാണ്. പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് എന്നിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ദൈവവുമായുള്ള ബന്ധം നമ്മൾ നിന്ന് വിട്ടുപോകും. ആ ബന്ധത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി നമ്മൾ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുകയും അനുദപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പാപം ചെയ്യുമ്പോൾ ദൈവവുമായുള്ള ബന്ധം നമ്മൾ നിന്ന് വിട്ടുപോകും. എന്നാൽ അനുരഞ്ജന കൂദാശകളെ വീണ്ടും ആ ദൈവപുത്ര ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരും. അതുകൊണ്ടാണ് എഫെസോസ്യർക്കാരുടെ ലേഖനത്തിലൊക്കെ പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അവസാന നാളിലേക്കായി നമ്മളെ മുദ്രണം ചെയ്ത് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നിങ്ങൾ എല്ലാവിധ ക്ഷോഭവും വിദ്വേഷവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ ഉപേക്ഷിക്കുവിൻ. ദൈവം യേശുക്രിസ്തുവിലൂടെ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ഹൃദയാർദ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. നമ്മൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടാനുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. കോപിക്കാം, എന്നാൽ സൂര്യ അസ്തമനം വരെ അത് നീണ്ടുപോകരുത്. മോഷ്ടിക്കുന്നവൻ മോഷണം നിർത്തണം. സകല തിന്മകളിൽ നിന്നും നമ്മുടെ ഓടി അകലണം. പാപം ചെയ്യുമ്പോൾ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളെ ശക്തമായി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, തിരുവചന ഭാഗങ്ങൾ നമ്മൾക്ക് എന്നും ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും കാലുകൾക്കും കൈകൾക്കും ശക്തമായ ചലനശേഷി നൽകുകയും ചെയ്യും. എന്തിനു വേണ്ടി? നന്മ പ്രവർത്തിക്കുവാൻ വേണ്ടി. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ചെയ്യുന്നത്, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. നിയമം നല്ലത് തന്നെ, അത് ആത്മീയമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ചെയ്യുന്നത്, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നു. എൻ്റെ കാര്യം എന്താണ്? അപ്പോൾ ഞാനല്ല പാവം ചെയ്യുന്നത്, പിന്നെയോ ഞാനല്ല തെറ്റ് ചെയ്യുന്നത്, പിന്നെയോ ആരാണ് തെറ്റ് ചെയ്യുന്നത്? എന്നിൽ കുടികൊണ്ടിരിക്കുന്ന പാപമാണ്. പൗലോസ് പറയുന്നത്, ഞാൻ പാപത്തിന് അടിമയായ വ്യക്തി, ജഡികനായ മനുഷ്യൻ എന്നൊക്കെയാണ് പൗലോസ് പറയുക. അപ്പോൾ നമ്മൾ പാപം എപ്പോഴും നമ്മളിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടറിഞ്ഞ് നമ്മൾ ജീവിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് നമ്മളെ തന്നെ വിശദീകരിച്ച് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ നമ്മളെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ പൗലോസ് പറയുന്നുണ്ട്,
അവിടെയുള്ള വിശ്വാസികൾ ഇപ്രകാരം ചോദിച്ചു. ഹൃദയം നുറുങ്ങി പത്രോസിനോടും ശിഷ്യന്മാരോടും ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പശ്ചാത്താപം, യേശുക്രിസ്തുവിലുള്ള ജ്ഞാനസ്നാനം, ദൈവം നമ്മൾക്ക് ആത്മാവിനെ വർഷിക്കാൻ ഇടയാകും എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മൾ വീണ്ടും ജനിക്കണം. നമ്മൾ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്, മാമോദീസയിലൂടെ നമ്മൾ ജനിച്ചു, ഈശോ മിശിഹായിൽ ജനിച്ചു. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൽ നടന്നു പോകുകയാണ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് വീണ്ടും നമ്മൾ ശക്തി പ്രാപിക്കുവാൻ വേണ്ടി, പരിശുദ്ധന്മാരെ ശക്തി ലഭിക്കുവാൻ വേണ്ടി പാപങ്ങളെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനായി മാറണം. പുതിയ ചൈതന്യത്തോടെ ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവത്തിന് പ്രകാശം ലഭിക്കുകയും വീണ്ടും അവൻ അന്ധകാരത്തിൽ വീണു പോവുകയും ചെയ്താൽ അവനെ പുനരാനയിക്കാൻ അസാധ്യമെന്ന് ഹെബ്രായക്കാരുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അസാധ്യം എന്നുള്ളതല്ല, വളരെ വളരെ പ്രയാസമെന്നാണ്. എപ്പോഴും അവൻ അനുദപിക്കുവാനും തിരിച്ചു വരുവാനും വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. അത് ധൂർത്തുപുത്രന്റെ ഭൂമിയിൽ നമ്മൾ കാണുക. പിതാവ് തന്റെ ധൂർത്തുപുത്രനെ കാത്തിരിക്കുകയാണ്, എപ്പോൾ തിരിച്ചു വന്നാലും അവനെ സ്വീകരിക്കുവാൻ വേണ്ടി. പ്രിയ സഹോദരനെ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ ആത്മാവിൽ വളരുവാൻ വേണ്ടി നമ്മൾ കൂദാശകൾ സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം, പുത്രനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധമായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പുത്രനായ ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത്, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അവിടുത്തെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധമായ ദൈവമേ, അവിടുത്തെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളുമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോടും അപ്പസ്തോലന്മാരോടും വിശുദ്ധന്മാരോടും നമ്മൾ പ്രാർത്ഥിക്കാനും കടപ്പെട്ടിട്ടുണ്ട്. അവർ നമ്മളെക്കാൾ മുമ്പേ പിതാവിൻ്റെ സന്നിധിയിൽ എത്തിയവരാണ്. അവർക്ക് അറിയാവുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് അറിയത്തില്ല. കാരണം അവർ നമ്മളെക്കാളും ആത്മീയമായി വളരെയേറെ ഉയരത്തിലാണ്, ഉന്നതത്തിലാണ്. നമ്മൾ അവരോടും മധ്യസ്ഥം വഹിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അവരോടും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിലൂടെ ഞങ്ങൾ നയിക്കുകയും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ പാവത്തിൽ നകന്നു ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടി എല്ലാം പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.